Hi all, welcome to another video of electric system. Today we are going to discuss about the fifth module. അപ്പോൾ അഞ്ചാമത്തെ മോഡ്യൂളിൽ കുറച്ച് വീഡിയോസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ആദ്യം ആ വീഡിയോസ് കാണുക. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാമ്പിനെ കുറിച്ചിട്ടാണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻകാൻഡസെന്റ് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ്, അതേപോലെ തന്നെ മെർക്കുറി വേപ്പർ ലാമ്പ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാമ്പ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോന്നിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടവ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ടു ഗെറ്റ് മോർ വീഡിയോസ് ലൈക്ക് ദിസ്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. നമുക്കിനിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സെലക്ഷൻ ഓഫ് ലൈറ്റ് സോഴ്സസ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈറ്റ് സോഴ്സസ് സെലക്ട് ചെയ്യേണ്ടത് മെയിൻലി? അതായത് ഒന്ന് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. അതായത് എത്രത്തോളം ലൈറ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, അതേപോലെ എക്കോണമി. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ദ ചോയ്സ് ഓഫ് ദ സോഴ്സ് ഓഫ് ദ പബ്ലിക് ലൈറ്റിംഗ് ഇസ് ഗൈഡഡ് ബൈ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്: ലൂമിനസ് ഫ്ലക്സ്, അതേപോലെ തന്നെ എക്കോണമി, ഡയമെൻഷൻസ് ഓഫ് ദ ലൈറ്റ് സോഴ്സ്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ലൈറ്റ് സോഴ്സിൻ്റെ ഡയമെൻഷൻ, അതിന് വലിപ്പം, ചെറിയ ബൾബാണോ വലിയ ബൾബാണോ, അങ്ങനെ ഒരു പോയിന്റ് കൂടി നമ്മൾ നോക്കാറുണ്ട്. ദെൻ ദ കളർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ സം ബൾബ് ഹാവ്സ് യെല്ലോ കളർ, സം ബൾബ് ഹാവ്സ് വൈറ്റ് കളർ, ഗ്രേ കളർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബൾബ്സ്, അതേ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. The source normally used in public lightings are incandescent lamps, fluorescent lamp, high intensity discharge lamp, mercury vapor lamp, metal halide lamp, high pressure sodium vapor lamp, low pressure sodium vapor lamp, അതുപോലെ തന്നെ LED ലാംപ്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാംപ്സ് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുന്നത് ഇൻകാൻഡസെന്റ് ലാമ്പിനെ കുറിച്ചിട്ടാണ്. ഇൻകാൻഡസെന്റ് ലാംപ്സ് പ്രൊഡ്യൂസ് ലൈറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, ഹീറ്റിംഗ്, ഹൈ റെസിസ്റ്റൻസ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ടു ഇൻറ്റൻസ് ബ്രൈറ്റ്നസ്. അപ്പോൾ അവിടെ നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ് നമ്മുടെ ഈ ഹീറ്റിംഗ് പർപ്പസ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ആക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു വെളിച്ചത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ ലൈറ്റിലേക്ക്. ഓക്കെ, ദിസ് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ സോഴ്സ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ദിസ് ടൈപ്പ് ഓഫ് ലൈറ്റ് ആണ്. ആൻഡ് ദിസ് ഹാസ് ലോവസ്റ്റ് എഫിഷ്യൻസി. ഇതിൻ്റെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്, ലോവസ്റ്റ് എഫിഷ്യൻസി ആൻഡ് ഷോർട്ടസ്റ്റ് ലൈഫാണ്. അപ്പോൾ കുറച്ച് നാളെ നിൽക്കുള്ളൂ കമ്പയർഡ് ടു അതർ ലാംപ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് നാളെ നിൽക്കുള്ളൂ. അതേപോലെ തന്നെ എഫിഷ്യൻസി വളരെ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. This lamp is popular due to the simplicity with which it can be used and low price for both the lamps and fixtures. അപ്പോൾ ലാമ്പ് ഫിറ്റ് ചെയ്യുന്ന ഫിക്ചേഴ്സും അതേപോലെ തന്നെ ലാമ്പിനും വളരെ കാശ് കുറവാണ്. അതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു പോപ്പുലാരിറ്റി കൂടുതലുള്ള മെയിൻ റീസൺ. പിന്നെ വേറെ അഡ്വാൻറ്റേജ് വളരെ സിമ്പിളാണ്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ മാറ്റിയിടാനും അല്ലെങ്കിൽ വല്ല കംപ്ലൈൻ്റ് ഒക്കെ വന്നു സിമ്പിളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. In general, bulbs are clear. Some bulbs are inside frozen to diffuse the concentrated source. അപ്പോൾ മോസ്റ്റ്ലി ഒരു എല്ലാ ബൾബുകളും ഇൻകാൻഡസെന്റ് ബൾബിൻ്റെ ചില്ലുകളൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും, ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. പക്ഷേ ചില സമയത്ത് ഒരു തരം ഫ്രോസൺ ഒരു കളർ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വൈറ്റ് കളർ പോലത്തെ ഒരു ഫ്രോസൺ മെറ്റീരിയൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ ആ സെൻറ്ററിലെ കോൺസെൻട്രേറ്റഡ് പോർഷൻ സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ദീസ് ബൾബ്സ് ഹാവ് എ ഫൈൻ കോട്ടിംഗ് ഓഫ് സിലിക്ക സ്മോക്ക്ഡ് ഇൻസൈഡ് ഓഫ് ദ സർഫസ്. അപ്പോൾ അതിനകത്ത് മെയിൻലി ഉണ്ടാവുന്നത് ഈ സിലിക്ക സ്മോക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഓട്ടോമാറ്റിക് സ്പ്ലിറ്റ് ചെയ്ത് പുറത്തേക്ക് നല്ല സ്പ്രെഡായിട്ട് വിടുന്നതായിരിക്കും. ഓവർ എ പീരീഡ് ഓഫ് ടൈം ദ ഫിലമെൻറ്റ് ഇവാപ്പറേറ്റ്സ്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രോബ്ലം. ആൻഡ് ടു പ്രിവെൻറ്റ് ദിസ് ഇവാപ്പറേഷൻ 40 ആൻഡ് ഹൈ വാട്ട്സ് ലാംപ്സ് ആർ ഗ്യാസ് ഫിൽഡ്. അപ്പോൾ 40 വാട്ട്സോ അതോ 40 വാട്ട്സിൽ കൂടുതലുള്ള നമ്മുടെ ഇൻകാൻഡസെന്റ് ലാംപ്സിനുള്ളിൽ നമ്മൾ ഗ്യാസ് ഫിൽ ചെയ്തിട്ടുണ്ടോ. അതായത് ഇനർട്ട് ഗ്യാസുകളാണ് സാധാരണ രീതിയിൽ ആർഗണും നൈട്രജനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആൻഡ് ദസ് അലോവിങ് ഹയർ ഫിലമെൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഹെൻസ് ദ എഫിഷ്യൻസി വിത്ത് ലെസ് സാക്രിഫൈസ് ഓഫ് ദ ലൈഫ്. അപ്പോൾ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസുകളൊക്കെ ഉണ്ട്. അതാണ് ലെസ് സാക്രിഫൈസ് ഓഫ് ദ ലാമ്പ് എന്ന് എഴുതാൻ, ലൈഫ് എന്ന് എഴുതാൻ കാരണം. ബൾബ്സ് അണ്ടർ 40 വാട്ട്സ് ആർ ജനറലി ഇവാക്യുവേറ്റഡ്. അതായത് സാധാരണ രീതിയിൽ 40 വാട്ട്സിന് മുകളിലുള്ളതിൽ മാത്രമാണ് നമ്മൾ ഈ ടൈപ്പ് ഇനർട്ട് ഗ്യാസ് യൂസ് ചെയ്യുള്ളൂ. 40 വാട്ടിന് താഴെയുള്ള ലാംപ്സിനൊക്കെയാണെങ്കിൽ നമ്മൾ അത് ഇവാക്യുവേറ്റഡ് ആയിരിക്കും, കാരണം ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ. ദ ലൈഫ് ഓഫ് ദ ലാമ്പ് ആൻഡ് ഇറ്റ്സ് ലൈറ്റ് ഔട്ട്പുട്ട് ആർ ഡിറ്റർമിൻഡ് ബൈ ദ ഫിലമെൻറ്റ് ടെമ്പറേച്ചർ. ദ എഫിഷ്യൻസി ഓഫ് ദ ഇൻകാൻഡസെന്റ് ലാംപ്സ് ഹവർ ഡസ് ഇൻക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ വാട്ട്സ് ഇൻക്രീസസ്. അപ്പോൾ ലാമ്പിൻ്റെ വാട്ട് കൂടുന്നതനുസരിച്ച് അതിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കൂടുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ദ എഫിഷ്യൻസി ഓഫ് 17 to 23 ലൂമൻ പെർ വാട്ട് അപ് ടു 500 വാട്ട്സ്. അപ്പോൾ ഒരു 500 വാട്ട്സ് വരെയുള്ള ബൾബാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ 100 വാട്ട്സിൻ്റെ ബൾബ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി വരുന്നത് 17ൻ്റെയും 23ൻ്റെയും ഇടയിലുള്ള ലൂമൻ പെർ വാട്ടാണ് വരിക. അതിപ്പോൾ 500ൻ്റെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 23 വരെ തോന്നുന്നു. സോ 23 × 500 വരും അതിൻ്റെ ലൂമൻ എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചും കൂടി വലിയ ടൈപ്പ് വാട്ട്സ് വിചാരിക്കുക. അതായത് 500 മുകളിൽ, അതായത് 750 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 600 വാട്ട്സിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ലൂമൻ പെർ വാട്ടിന് കുറച്ചുകൂടി കൂടുതലായിരിക്കും. 23 to 33 വരെ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എഫിഷ്യൻസി ഓഫ് ദ
lamp will also increases when the watt is increasing എന്ന് പറയാൻ കാരണം. പിന്നെ എൻ്റെ വേറെ കുറച്ച് കാര്യങ്ങൾ ഷോർട്ടസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എഫിഷ്യൻസി വളരെ കുറവാണ് കമ്പയർ ടു അതർ ലാംപ്സ്. ദെൻ പ്രൊഡ്യൂസ് ലൈറ്റ് ബൈ ഹീറ്റിംഗ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്. അപ്പോൾ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഹീറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ആൾസിറ്റ് ഡെവലപ്പ് ചെയ്യണത്. പിന്നെ ലിമിറ്റഡ് ഇൻ പ്രാക്ടീസ് ആണ്. അതുപോലെ യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ സ്ട്രീറ്റ്സ്. അപ്പോൾ നമ്മൾ ഒരുതല സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാറ് കാരണം LED കൺവേർട്ട് ചെയ്തു. ഇനീഷ്യൽ കോസ്റ്റ് ഈസ് വെരി ലോ. അപ്പോൾ അത് കുറച്ചുകൂടി ഈസി സിമ്പിളൊക്കെയാണ് കമ്പയർ ടു അതർ ലാംപ്സ്. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ആസ് പിയർ ഷേപ്ഡ് ആൻഡ് റിഫ്ലക്റ്റഡ് ടൈപ്പ് ആൻഡ് ടങ്സ്റ്റൺ ഹാലജൻ ലാമ്പ്. അപ്പോൾ ഇത് ഈ ഷേപ്പിലൊക്കെയാണ് നമുക്കിത് മെയിൻലി അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, എനർജി സേവിങ് ഇൻകാൻഡസെന്റ് ലാമ്പ്. അപ്പോൾ വേറൊരു ടൈപ്പ് സെക്ഷനാണ് ഈ പറയുന്ന എനർജി സേവിങ് ഇൻകാൻഡസെന്റ് ലാമ്പ്. അതായത് ക്രിപ്റ്റൺ ഫിൽഡ് ലാംപ്സ് നമ്മൾ ഉപയോഗിക്കേണ്ട ചില സമയത്ത്. അതായത് യൂസ്ഡ് ക്രിപ്റ്റൺ എന്ന ഗ്യാസ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ആർഗൺ ഇൻസൈഡ് ദ ലാമ്പ്. അപ്പോൾ നമ്മുടെ ബൾബിൻ്റെ ഉള്ളിൽ നമ്മൾ ആർഗൺ ഗ്യാസിന് പകരം നമ്മൾ ക്രിപ്റ്റൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് കൺസ്യൂംസ് 10% ലെസ് വാട്ട്സ് കമ്പയർ ടു നോർമൽ ഇൻകാൻഡസെന്റ്. അപ്പോൾ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ എഫിഷ്യൻസി കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാക്കും. അല്ല കമ്പയർ ടു സാധാരണ ഇൻകാൻഡസെന്റ് ലാമ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് വ്യത്യാസം ഉണ്ട്. അതേപോലെ തന്നെ വാട്ട്സ് കുറവാണ് എടുക്കുള്ളൂ. ആൻഡ് ദിസ് ഈസ് അവൈലബിൾ ഇൻ 36 to 143 വാട്ട്സ് വരെയാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വേറൊരു ടൈപ്പ് റിഫ്ലക്ടർ ടൈപ്പ് ലാംപ്സ് ആണ്. അതായത് എലിപ്സോയിഡൽ റിഫ്ലക്ടർ ലാംപ്സ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എലിപ്റ്റിക്കൽ റിഫ്ലക്ടർ സച്ച് ദാറ്റ് വെൻ എ പോയിൻറ്റ് സോഴ്സ് ഇസ് പ്ലേസ്ഡ് അറ്റ് ദ ഫോക്കൽ പോയിൻറ്റ്. അപ്പോൾ ഒരു പോയിൻറ്റ് സോഴ്സ് ഒരു ഫോക്കൽ പോയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് എലിപ്റ്റിക്കൽ റിഫ്ലക്ടർ ഓൾ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് എമർജ് ത്രൂ ദ സെക്കൻഡ് ഫോക്കൽ പോയിൻറ്റ്. അപ്പോൾ എല്ലാ ലൈറ്റും പുറത്തേക്ക് വരുന്നത് സെക്കൻഡ് ഫോക്കൽ പോയിൻറ്റിലൂടെ ആയിരിക്കും. അപ്പോൾ റെഡ്യൂസസ് ദ വേസ്റ്റേജ് ഓഫ് ദ ലൈറ്റ് എന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടൈപ്പ് ഓഫ് ഇൻകാൻഡസെന്റ് ലാമ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനർജി സേവിങ് ആയിട്ടുള്ളൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റൻ്റെ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കണം നമ്മൾ പറഞ്ഞിരുന്നു. അതിന് ലെസ് വാട്ട്സാണ് ഉപയോഗിക്കുന്നത്. 10% ലാഭമാണ് നമുക്ക്. പിന്നെ ലൈറ്റൊന്നും അധികം പുറത്തേക്ക് പോണ ആ ഒരു ഷേപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞേക്കണം എലിപ്സോടെ റിഫ്ലക്ടർ ടൈപ്പ് ലാംപ്സ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ലൈറ്റ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് തന്നെ ഫോക്കൽ പോയിൻ്റ് വഴി പുറത്തേക്ക് എലിപ്സിൻ്റെ പ്രത്യേകത ഉള്ളത് കൊണ്ട് അപ്പോൾ ഫോക്കൽ പോയിൻ്റ് വഴി നമുക്ക് ഫസ്റ്റ് ഫോക്കൽ പോയിൻ്റിൽ വെളിച്ചം വന്ന് വീഴുകയും അതുപോലെ തന്നെ നെക്സ്റ്റ് സെക്കൻഡ് ഫോക്കൽ പോയിൻറ്റിൽ നിന്ന് അത് ലൈറ്റ് എമർജ് ചെയ്ത് പുറത്തേക്ക് വരുവാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള വെളിച്ചം പുറത്തേക്ക് വരും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അടുത്ത സെക്ഷൻ ഓഫ് ലാംപ്സ്, അതായത് ഫ്ലൂറസെന്റ് ലാമ്പ്. പ്രൊഡ്യൂസസ് ലൈറ്റ് ബൈ ക്രിയേറ്റിംഗ് ആൻ ആർക്ക് ബിറ്റ്വീൻ 2 electrodes ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ ലോ പ്രഷർ മെർക്കുറി വേപ്പർ ആൻഡ് സം ഇൻ ഗ്യാസസ് ഇൻ ദ ഗ്യാസ് ട്യൂബ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഒരു ഗ്ലാസ് ട്യൂബാണ് ഉണ്ടാവുക. ആ ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ട് എൻഡിലും 2 electrodes ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് മെർക്കുറി വേപ്പർ അതേപോലെ തന്നെ സം ഇന്നർ ഗ്യാസസ് ആണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറ്. ഇറ്റ് റിക്വയർസ് എ ബ്ലാസ്റ്റ് ടു ഇനീഷ്യേറ്റ് ആൻ ആർക്ക് ഇൻ ദ ട്യൂബ്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് സംഭവം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ ട്യൂബ് കത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ എഫിഷ്യൻസി ഈസ് മോർ ദാൻ ദ ഇൻകാൻഡസെന്റ് ലാമ്പ്. അതായത് 50 മുതൽ 70 ലൂമൻ പെർ വാട്ടാണ് ഉണ്ടാവുക. അതിന് എനർജി എഫിഷ്യൻറ്റ് ഫ്ലൂറസെന്റ് ലാംപ്സ് ആർ CFL. CFL a 9 watt CFL can replace 60 watt ഇൻകാൻഡസെന്റ് ലാമ്പ്. മെയിൻ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. 9 വാട്ട് CFL മതി നമുക്ക് എന്ത് ചെയ്യാൻ 60 വാട്ട്സിന് ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ സെയിം വിളിച്ച് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കുറേ ലാഭകരമാണത്. പിന്നെ ലൈഫ് ഓഫ് ദി CFL ഈസ് 7500 hours. ഏകദേശം അത്രയും കൂടുതലാണ് കമ്പയർ ടു നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പ് കമ്പയർ ഇത് വളരെ കൂടുതലാണ്. സ്മോൾ ലൂമിനർ കമ്പയർ ആൻഡ് ടു പ്രിഫേർഡ് ഫോർ ഡൊമസ്റ്റിക് അപ്ലിക്കേഷൻ. അപ്പോൾ വളരെ സ്മോൾ ആൻഡ് കോമ്പാക്റ്റ് ആണ്. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് അപ്ലിക്കേഷൻസിന് കൂടുതൽ നമ്മൾ ഫ്ലൂറസെന്റ് ലാംപ്സാണ് ഉപയോഗിക്കുന്നത്. അടുത്തൊരു ടൈപ്പ് ലാമ്പിൻ്റെ പേരാണ് HID ലാംപ്സ്. അപ്പോൾ HID ലാംപ്സ് എന്ന് പറയുന്നത് ഒരു 3 തരം ലാമ്പുകളാണ് HID ലാംപ്സ് എന്ന് പറയുക. ഹൈ ഇൻറ്റൻസിറ്റി ഡിസ്ചാർജ് ലാമ്പ് എന്നാണ് HID ലാമ്പിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെർക്കുറി വേപ്പർ ലാമ്പ്, മെറ്റൽ ഹാലൈഡ് ലാമ്പ് ആൻഡ് ഹൈ പ്രഷർ സോഡിയം ലാമ്പ്, ഈ 3 തരം ലാംപ്സും HID ടൈപ്പ് ലാംപ്സ് ആണ്. ദിസ് വിൽ പ്രൊഡ്യൂസ് ലൈറ്റ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ആൻ ആർക്ക് ബിറ്റ്വീൻ ദ 2 electrodes. So there will be 2 electrodes inside this lamp and it will produce a small arc between them. The electrodes being few centimeter apart and enclosed in a transparent arc tube. അപ്പോൾ ഒരു ആർക്ക് ട്യൂബിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഒരു ഇലക്ട്രോഡ്സ് ഉണ്ടാവുക. അതിൽ നിന്നുള്ള വെളിച്ചമാണ് നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ടാവുക. ആർക്ക് ട്യൂബ് ഈസ് എൻക്ലോസ്ഡ് in an outer bulb that is filled with nitrogen and inert gases. അപ്പോൾ ഈ ആർക്ക് ട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ട്യൂബ് വേറൊരു ബൾബിൻ്റെ ഉള്ളിൽ, അതായത് വേറൊരു ചില്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. അതായത് 2 ചില്ലുകളുടെ ഒരു കവറിങ് ശരിക്കും പറഞ്ഞില്ല. അതായത് ഒന്ന് ആ ട്യൂബിൻ്റെ കവറിങ്, പിന്നെ അതിൻ്റെ പുറത്തെ ബൾബിൻ്റെ ഔട്ടർ കവറിങ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു വലിയ ട്യൂബിൻ്റെ ഉള്ളിൽ നമ്മുടെ നൈട്രജനും അതേപോലെ തന്നെ ഇന്നർ ഗ്യാസുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മൾ. ഇനി നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ പറയാം. അതായത് മെർക്കുറി വേപ്പർ ലാമ്പ് എങ്ങനെയാണ് അതിൻ്റെ ഫിഗറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സ്ലൈഡിൽ കൊടുത്തേക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്കൊരു ഔട്ടർ കവറിങ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വേറൊരു ട്യൂബ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഔട്ടർ ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് നൈട്രജൻ ആൻഡ് ഇന്നർ ട്യൂബ് ഈസ് കണ്ടെയ്ൻസ് മെർക്കുറി ആൻഡ് ആർഗൺ ഗ്യാസ്. അപ്പോൾ ഈ ഔട്ടർ ട്യൂബിലായിരിക്കും നമ്മുടെ നൈട്രജൻ ഗ്യാസ് വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഇന്നർ ട്യൂബിൽ നമ്മുടെ ആർഗണോ മെർക്കുറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. കണ്ടെയ്ൻസ് ഓഫ് സ്റ്റാർട്ടിംഗ് ഇലക്ട്രോഡ്സ് ആൻഡ് മെയിൻ ഇലക്ട്രോഡ്സ്.
അപ്പോൾ ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ ഇത് കത്താൻ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ഇലക്ട്രോഡും അതുപോലെ തന്നെ മെയിൻ ഇലക്ട്രോഡ്സ് ഒക്കെ ഉണ്ടാവും. വെൻ വോൾട്ടേജ് ഈസ് അപ്ലൈ ടു ദ സ്റ്റാർട്ടിങ് ഇലക്ട്രോഡ് ആൻഡ് ആർഗൺ ആർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെയിൻ ഇലക്ട്രോഡ്സ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. നമ്മളൊരു ചെറിയ വോൾട്ടേജ്, വെൻ വി ആർ അപ്ലൈങ് എ വോൾട്ടേജ് ടു ആൻ ഇലക്ട്രോഡ്, ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇലക്ട്രോഡ് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ഇലക്ട്രോഡിലേക്ക് നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആർഗൺ ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെയിൻ ഇലക്ട്രോഡ് അഡ്ജസൻറ്റ് ടു ഇറ്റ്. അപ്പോൾ തൊട്ടടുത്തുള്ള മെയിൻ ഇലക്ട്രോഡിൽ നിന്നും ഒരു ആർക്ക് കറസ്പോണ്ടിങ് ഉണ്ടാവും. അതേപോലെ തന്നെ വിച്ച് ഹീറ്റ് അപ്പ് ആൻഡ് വേപ്പറൈസസ് ദ മെർക്കുറി, അപ്പോൾ അതിനുള്ള മെർക്കുറിനെ വേപ്പറൈസസ് ചെയ്യും. ദിസ് അയണൈസ്ഡ് മെർക്കുറി ആറ്റം ഡിക്രീസസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മെയിൻ ഇലക്ട്രോഡ് ആൻഡ് പ്രൊഡ്യൂസസ് ആർക്ക് ടു സ്ട്രൈക്ക്. അപ്പോൾ സ്റ്റാർട്ടിങ് ഇലക്ട്രോണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു മെയിൻ ഇലക്ട്രോണിൻ്റെ അവിടെയാണ് ചെറിയൊരു ആർക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മെർക്കുറി വേപ്പറൈസ് ആവുമെന്ന് പറഞ്ഞു. മെർക്കുറി വേപ്പറൈസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു റെസിസ്റ്റൻസ് കുറയും. അങ്ങനെ കുറയുന്ന സമയത്ത് രണ്ട് മെയിൻ ഇലക്ട്രോഡും തമ്മിൽ ചെറിയൊരു കണക്ഷൻ വരണം ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് ഒരു വലിയൊരു ആർക്ക് ഉണ്ടാവും അവിടെ. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ആൻ ആർക്ക് ടു സ്ട്രൈക്ക്. അപ്പോൾ രണ്ട് മെയിൻ ഇലക്ട്രോഡ്സ് തമ്മിൽ എന്താവും, സ്ട്രൈക്ക് വരും ഈ ഒരു റെസിസ്റ്റൻസ് കുറയുന്ന സമയത്ത്. അത് മെർക്കുറി വേപ്പറായി പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു റെസിസ്റ്റൻസ് കുറയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഡിക്രീസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മെയിൻ ഇലക്ട്രോഡ്സ് വരുന്നത്. ഓക്കെ, ദെൻ ഓൺലി ദ ആർക്ക് വിൽ ജനറേറ്റ് ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഫ്രം 40 മുതൽ 1000 വാട്ട്സ് വരെ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ നല്ല വെളിച്ചത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സിമിലർ ടു മെർക്കുറി വേപ്പർ ലാമ്പ് ഇൻ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ MH ലാംപ്സ് എന്ന് പറയുന്നത്, അതായത് മെറ്റൽ ഹാൾഡൈഡ് ലാമ്പ് എന്നാണ് ഈ MH ലാംപ്സിൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് ലാമ്പാണ്. ആൻഡ് ദിസ് കണ്ടെയ്ൻസ് മെറ്റാലിക് അഡിറ്റീവ്സ് ഇൻ അഡീഷൻ ടു ദ ആർഗൺ. അപ്പോൾ ഇതിനുള്ള ആർഗൺ മാത്രമല്ല, ആർഗണും മെർക്കുറി മാത്രമല്ല ഉണ്ടാവുക, ഇതിൻ്റെ ഉള്ളിൽ വേറെ വല്ല മെറ്റാലിക് കമ്പൗണ്ടും കൂടി ഉണ്ടാവും, വിച്ച് പ്രൊഡ്യൂസസ് ഡിഫറെൻറ്റ് കളർ എൻറ്ററിങ് ഇൻ ദ ഓവറോൾ ലൈറ്റ് ഔട്ട്പുട്ട്. അപ്പോൾ ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് കളർ കൊടുക്കാനാണ്. ഓരോ കളറും നമുക്ക് അഡീഷണൽ കൊടുക്കാൻ വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ മെറ്റാലിക് കണ്ടൻറ്റും കൂടി നമ്മൾ ഇൻസേർട്ട് ചെയ്യും നമ്മൾ ആ ട്യൂബിൻ്റെ ഉള്ളിലേക്ക്. അതായത് മെർക്കുറിയും ആർഗണും അല്ലാണ്ട് ഒരു മെറ്റൽ പാർട്ട് കൂടി അതിനകത്തുണ്ട്. ആ മെറ്റൽ പാർട്ട് അനുസരിച്ച് കളർ വിൽ ബി ചേഞ്ചിങ് ഫോർ ദാറ്റ് ലാമ്പ്. ഹയർ എഫിഷ്യൻസി അബൌട്ട് 66 to 100 ലൂമൻ പെർ വാട്ട്സ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. മോർ ദാൻ മെർക്കുറി വേപ്പർ ലാംപ്സ് ഉണ്ട് മെറ്റൽ ഹാൾഡൈഡ് ലാമ്പിന്. കോമ്പിനേഷൻ ഓഫ് മെറ്റൽ അഡിറ്റീവ്സ് യൂസ്ഡ് ഇൻ മെറ്റൽ ഹാൾഡൈഡ് ലാംപ്സ് ആർ. അപ്പോൾ മെയിൻലി ഉപയോഗിക്കുന്ന മെറ്റൽ ആൽഡിഹൈഡിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് സോഡിയം അയോഡൈഡ് ആൻഡ് സ്കാൻഡിയം അയോഡൈഡ്, അതേപോലെ തന്നെ സോഡിയം അയോഡൈഡും അതേപോലെ തന്നെ താലിയം അയോഡൈഡ് ആൻഡ് ഇന്ത്യം അയോഡൈഡ്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന മെറ്റൽ അഡിറ്റീവ്സ് നമ്മുടെ മെറ്റൽ ഹാൾഡൈഡ് ലാംപ്സിൽ. പിന്നെ ഡിഫറെൻറ്റ് മെറ്റൽ അഡിറ്റീവ്സ് ഓഫ് ദ സോഡിയം, താനിയം ആൻഡ് ഇന്ത്യം ആർ ദ പ്രിൻസിപ്പൽ വിൽ പ്രൊഡ്യൂസേഴ്സ് ഡോമിനൻറ്റ് കളർ സ്പെക്ട്ര. അപ്പോൾ പലതരം കളർ സ്പെക്ട്ര നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു 3 കോമ്പിനേഷൻ വെച്ച് കഴിഞ്ഞാൽ. while other produces multiple spectra across the full visible region. This lamp provides energy to all the wavelength across the visible spectrum. So അപ്പോൾ ഈ ലാമ്പിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വിസിബിൾ ആയിട്ടുള്ള സ്പെക്ട്രത്തിൽ മെയിൻലി പലതരത്തിലുള്ള വേവ് ലെങ്ത് നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പലതരം കളേഴ്സ് നമുക്ക് കിട്ടാൻ കാരണം. അപ്പോൾ ക്രിയേറ്റിംഗ് എ വെൽ ബാലൻസ്ഡ് കളർ റെൻഡറിങ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് വരുന്നത് കൊണ്ട് റെൻഡറിങ് കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റും ഡിഫറെൻറ്റ് മെറ്റൽസ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്. പിന്നെ വരുന്ന നെക്സ്റ്റ് ഒരു ടൈപ്പാണ്, അതായത് HPS എന്ന് പറയുന്നത് ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ് എന്നാണ് എൻ്റെ പേര്. ദ ആർക്ക് ട്യൂബ് ഈസ് മെയ്ഡ് ഓഫ് സെറാമിക് അലുമിനിയം ഓക്സൈഡ്, അതായത് സെറാമിക് ട്രാൻസ്ലുലൻറ്റ് അലുമിനിയം ഓക്സൈഡ് എന്നൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ആ ഒരു ട്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിച്ച് ക്യാൻ ബി വിത്ത്സ്റ്റാൻഡ് അപ് ടു എ ടെമ്പറേച്ചർ ഓഫ് 1300 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 1300 ഡിഗ്രി സെൽഷ്യസ് വരെ താങ്ങാൻ പറ്റുന്ന ഒരു തരം ഗ്ലാസ്സാണ് ആ ഒരു ആർക്ക് ട്യൂബ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള പോലെ അപ്പോൾ ദ ഔട്ടർ കവർ ഈസ് മെയ്ഡ് ഓഫ് ബൊറോസിലിക്കേറ്റ് ഗ്ലാസ് ആൻഡ് വിച്ച് ക്യാൻ ബി വിത്ത്സ്റ്റാൻഡ് അപ് ടു 400 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 400 ഡിഗ്രി സെൽഷ്യസ് വരെ അതിനെ താങ്ങാൻ പറ്റും. പ്രൊഡ്യൂസസ് എനർജി ഇൻ ഓൾ വേവ് ലെങ്ത് ആൻഡ് ദ മേജർ പോർഷൻ ഓഫ് ദ എനർജി ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ യെല്ലോ റീജിയൻ പാർട്സ്. അത് യെല്ലോ ഓറഞ്ച് പാർട്ടിലാണ് മെയിൻലി ഉണ്ടാവുക. ബിക്കോസ് ഓഫ് ദിസ് ലൈറ്റ് പ്രൊഡ്യൂസസ് ബൈ ദിസ് ലാമ്പ് ഈസ് ഗോൾഡൻ വൈറ്റ് കളറാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടാവുക. അതുപോലെ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 60 മുതൽ 127 വാട്ട്സ് വരെ, 127 ലൂമിന പെർ വാട്ട്സ് വരെ നമുക്കിത് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ അവൈലബിൾ ഇൻ 35 to 1000 വാട്ട്സ് സൈസിൽ ഇത് അവൈലബിൾ ആണ്. ലൈഫ് ടൈം കുറച്ച് കൂടുതലാണ് കമ്പയർ ടു അതർ ലാംപ്സ്, അതായത് 24 hours വരെ സപ്പോർട്ട് ചെയ്ത്. ബെസ്റ്റ് എനർജി സേവർ ഇൻ ദ ISD ലാമ്പ്. അപ്പോൾ ISD ടൈപ്പിൽ ഏറ്റവും നല്ല ഒരു എനർജി സേവറാണ് ഈ ടൈപ്പ് ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ് നമുക്ക് പറയാം. HPS ലാംപ്സ് ഡു നോട്ട് ഹാവ് എ സ്റ്റാർട്ടിംഗ് ഇലക്ട്രോഡ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനൊരു സ്റ്റാർട്ടിംഗ് ഇലക്ട്രോഡ് നമുക്ക് ഉണ്ടാവില്ല. സ്റ്റാർട്ടിംഗ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്പെഷ്യൽ സർക്യൂട്ടറി ഇൻ ദ ബെല്ലാസ്റ്റ്. അപ്പോൾ ഇതിനുള്ള ഒരു പെർട്ടിക്കുലർ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടാവുക. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ആ ഇന്നറിലുള്ള ഡിഫറൻസ് നോക്കി അറിയാൻ പറ്റും. വേറൊരു ടൈപ്പ് ട്യൂബും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ള എ ഹൈ വോൾട്ടേജ് വിത്ത് ഹൈ ഫ്രീക്വൻസി പൾസ് ഈസ് യൂസ് ടു അയണൈസ് ദ Nixon starting gas, and as the lamp warms up it goes
ത്രൂ ഡിഫറെൻറ്റ് കളർ റേഡിയേഷൻ സ്റ്റേജസ്. അപ്പോൾ പലതരം കളർ റേഡിയേഷൻ സ്റ്റേജിലേക്ക് ഇത് പോകാൻ ചാൻസുകളുണ്ട്. അറ്റ് ഫസ്റ്റ് വെൻ സിയോൺ ആൻഡ് മെർക്കുറീസ് ആർ അയണൈസ്. അപ്പോൾ ഇതിനുള്ള മെർക്കുറി സിയോൺ ഗ്യാസൊക്കെ ആദ്യം തന്നെ അയണൈസ് ചെയ്യും. അപ്പോൾ എ ബ്ലൂവിഷ് വൈറ്റ് ഗ്ലോ ടേക്ക് പ്ലേസ്. അപ്പോൾ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർന്ന ഒരു സംഭവം ഉണ്ടാവും. നെക്സ്റ്റ് കംസ് ദ മോണോക്രോമാറ്റിക് യെല്ലോ ഓഫ് ദ സോഡിയം അറ്റ് ലോ പ്രഷർ. ഫൈനലി എ ബ്രോഡ് സ്പെക്ട്രം അപ്പിയേഴ്സ് ഇൻ ടു ഫുള്ളസ്റ്റ് ബ്രൈറ്റ്നസ്. അപ്പോൾ ഏറ്റവും അവസാനം, അതായത് ആദ്യം തന്നെ ഇത് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ബ്ലൂവിഷ് യെല്ലോ കളറാണ് വരുന്നുണ്ടാവുക. അതിനുശേഷം മോണോക്രോമാറ്റിക് യെല്ലോ വരും. അതിനുശേഷം ഫൈനലായിട്ട് നമുക്ക് ഫുൾ ബ്രൈറ്റ്നസ് വരാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ലോ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ് ഉണ്ട്. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ലൂമിനം പെർ വാട്ട് വളരെ കൂടുതലാണ്. 183 വരെ വരും. അതായത് ഒരു വാട്ടിന് 183 ലൂമിന പെർ വരെ വരാൻ ചാൻസ് ഉണ്ട് ഈ പറയുന്ന ലോ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പിന്. ദ low pressure sodium vapor lamp is the most efficient light source presently available, providing up to 183 lumina per watt. The light producing element in the shape of the U-shaped arc tube containing sodium vapor. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സോഡിയം വേപ്പറാണ് ഉപയോഗിച്ചേക്കണേ. യു ഷേപ്പാണ് ഉണ്ടാവുക. പിന്നെ അത് ഔട്ടർ ജാക്കറ്റ് ഈസ് മേഡപ്പ് ഓഫ് ദ ബോറേറ്റ് ഗ്ലാസ്. ബോറേറ്റ് ഗ്ലാസ് വെച്ചിട്ടാണ് അതിൻ്റെ ഔട്ടർ കവറിങ് കണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. The use of these lamps are indoors is restricted because it has a monochromatic yellow light output. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉള്ളിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് കളർ ഒരു മോണോക്രോമാറ്റിക് യെല്ലോ ആണ്. ആൻഡ് ഇത് കണ്ടിന്യൂസ്ലി മോസ്റ്റ് കളർ ലിമിറ്റഡ് ബൈ ദ ലൈറ്റ് സോഴ്സസ് അപ്പിയേഴ്സ് ആസ് ദ ടോൺസ് ഓഫ് ഗ്രേ കളർ പോലത്തെ ഒരു ഔട്ടാണ്. അപ്പോൾ ഇതിൽ വെളിച്ചം നമുക്ക് ഗ്രേ കളർ ആയതുകൊണ്ട് നമുക്ക് സാധാരണ ഒരു ചെറിയൊരു വ്യത്യാസം തോന്നി. അപ്പോൾ കണ്ണൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിക്കാറുണ്ട് മെയിൻലി. Long and reliable life of 18,000 hours and 8 watt to 180 watts are available. And it is mainly used for street lighting conditions and outdoor area and security lighting. അപ്പോൾ ഇങ്ങനത്തെ പർപ്പസുകൾക്കാണ് അത് മെയിൻലി സെക്യൂരിറ്റി ലൈറ്റിങ്ങിന്, അതായത് ഔട്ട്ഡോർ ഏരിയ ലൈറ്റപ്പിനൊക്കെ വേണ്ടി നമ്മൾ ഇൻസൈഡ് നമ്മൾ ഉപയോഗിക്കാറില്ല ഈ ടൈപ്പ് സോഡിയം വേപ്പർ ലാംപ്സ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് LED ടൈപ്പ് ലാംപ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ LED നമ്മളിപ്പോൾ ഒരു എല്ലാവരും ഉപയോഗിക്കുന്ന LED ടൈപ്പ് ലാംപ്സാണ്. നല്ല പല റേഞ്ചിലുള്ള LED നമുക്ക് അവൈലബിൾ ആണ്. 5 വാട്ട്സ് 3 വാട്ട്സ് ഒക്കെ മുതലുള്ളത് തന്നെ, അല്ലെങ്കിൽ 0.5 വാട്ട്സ് മുതലുള്ള LEDs വരെ അവൈലബിൾ ആണ്. ഹയർ വാട്ട്സ് ഓഫ് LEDs നമുക്ക് അവൈലബിൾ ആണ്. അതായത് 500 വാട്ട്സ് 1000 വാട്ട്സ് ഒക്കെ ഉള്ള LED ബൾബ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫ്ലഡ് ലൈറ്റ് സിസ്റ്റത്തിനും അതേപോലെ പാർക്കിങ്ങിലും അതേപോലെ തന്നെ നമ്മുടെ ഏരിയ ഫ്ലഡിങ് പർപ്പസിനും വീടിൻ്റെ ഉള്ളിലും എല്ലാ ഏരിയാസിലും നമ്മൾ LED ലൈറ്റിംഗ് ഡയോഡ്സ് വെച്ചിട്ടുള്ള ലൈറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. Light emitting diodes or LEDs are among the most widely used in all the different types of semiconductor diodes available today. They are the most visible type of diodes that emit a very narrow bandwidth of either visible light at different colored wavelength, invisible infrared light for remote control applications, or laser type light when a forward current is passed through them. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പിൽ നമ്മൾ LEDs ഉപയോഗിക്കും. പല കളേഴ്സിലുള്ള വേവ് ലെങ്ത് നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ ഇൻഫ്രാറെഡ് ലാംപ്സിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ലേസറിൻ്റെ പർപ്പസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. LED, as it's more common called, it's basically just a specialized type of PN junction diode. അപ്പോൾ ബേസിക്കലി അതൊരു PN junction diode ആണ്, made from very thin layer of very heavily doped semiconductor material. When the diode is forward biased, electrons from the semiconductor conduction band recombines with the hole from the valence band, releasing sufficient energy to produce photons which emit a monochromatic single color of light. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഓഫ് LED ആണ് നമ്മളോട് വേണ്ടി പറഞ്ഞേക്കുന്നത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഫോർവേഡ് ബയസ് കണ്ടീഷനിലാണെങ്കിൽ, അതായത് ഫോർവേഡ് ബയസ് കണ്ടീഷനാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇലക്ട്രോൺസ് ഫ്രം ദ സെമി കണ്ടക്ടർ ഫ്രം ദ ബാൻഡ് അത് റീകമ്പൈൻ ചെയ്യും ഹോൾസ് ആയിട്ട്. അപ്പോഴാണ് ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. അത് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന എനർജി ഫോട്ടോൺസിലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഫോട്ടോൺ വരുന്നതുകൊണ്ട് നമുക്കത് കളറായിട്ട് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് വെൻ ഓപ്പറേറ്റഡ് ഇൻ ഫോർവേഡ് ബയസ് കണ്ടീഷൻ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആർ സെമി കണ്ടക്ടർ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ലൈറ്റ് എനർജി. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിനെ ലൈറ്റ് എനർജിക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ലൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ LEDs എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് കൺസിഡർഡ് ഫോർ ദ ചോയ്സ് ഓഫ് ദ ലൂമിനർ. അപ്പോൾ എങ്ങനെയാണ് ഒരു ലാമ്പ് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ. ഫസ്റ്റ് വൺ, നേച്ചർ ആൻഡ് ദ പവർ ഓഫ് ദ സോഴ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് എങ്ങനത്തെയാണ്, നേച്ചർ എങ്ങനെയാണ്. നേച്ചർ ഓഫ് ദ ഒപ്റ്റിക്കൽ അറേഞ്ച്മെൻറ്റ്സ്, നമുക്ക് എങ്ങനത്തെ ഒപ്റ്റിക്കൽ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയുണ്ട്, നീളം കൂടുതലാണോ കുറഞ്ഞു വേണോ ചെറുത് വേണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് തരുന്നത്, അതുപോലെ തന്നെ ലൈറ്റ് ഔട്ട്പുട്ട് റേഷ്യോ, അതുപോലെ ലൂമിനാറീസ് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്നുള്ളത്. പിന്നെ റെസിസ്റ്റൻറ്റ് ടു ഹീറ്റ് ആൻഡ് കൊറോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് പറഞ്ഞേക്കണം. അത് എത്രത്തോളം ഇത് കംപ്ലയിൻറ്റ് വരാൻ ചാൻസസ് ഉണ്ട്, പൊടിയൊക്കെ എങ്ങനെ ഉള്ളിൽ കയറുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡസ്റ്റ് ആൻഡ് ഇൻസെക്ട്സ്, അതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റ്. അതായത് അതിൻ്റെ കവറിങ് കാരണം കറക്റ്റാണോ, ഉള്ളിലേക്ക് പ്രാണികളൊക്കെ പോകാൻ രാത്രിയൊക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള പ്രാണികളും അതേപോലെ തന്നെ ഡസ്റ്റ് നമ്മൾ പുറത്തേക്ക് ഇടുമ്പോൾ ഡസ്റ്റൊക്കെ എന്തായാലും വരാൻ ചാൻസസ് ഉണ്ട്.
പിന്നെ റെസിസ്റ്റൻസ് ടു അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ വല്ല പ്രോബ്ലംസൊക്കെ ഉള്ളത് കൊണ്ട് അത് കംപ്ലയിൻറ്റ് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഈസിനെസ് ഓഫ് ദ ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഇൻസ്റ്റാളേഷൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഓക്സിലറീസ്, അതിൻ്റെ ഓക്സിലറി പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഫിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, വെയിറ്റ് ആൻഡ് ഏരിയ എക്സ്പോസ് ടു വിൻഡ്, പ്രഷർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് വിൻഡിനനുസരിച്ച് ഇപ്പോൾ വലിയ ഭയങ്കര വലിപ്പം കൂടിയ ലാമ്പൊക്കെ ആണെങ്കിൽ വിൻഡൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ ലാംപ്സ് ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അതുപോലെ ഫിറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ എങ്ങനെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൂമിനാനെ കുറിച്ചും അതേപോലെ തന്നെ എന്തൊക്കെയാണ് എൻ്റെ സ്പെഷ്യാലിറ്റീസ്, അഡ്വാൻറ്റേജ് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സീ ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ ടോപ്പിക്.